അങ്ങനെ മദ്യപിച്ച് വാഹനമോടിച്ച ഇൻഫ്ലുവൻസർ SR ധന്യ, ഹെലനോസ് പാട്ട എന്നാണ് SR ധന്യ അറിയപ്പെടുന്നത്. വലിയ പ്രമുഖയായ ഇൻഫ്ലുവൻസറാണ്. അണങ്കൂരിൽ കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എല്ലാവരും സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. വിശ്വസിക്കണം, എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ട് അവനവൻ്റെ വീട്ടിലിരുന്നാൽ മതി. റോഡിലേക്ക് ഇറങ്ങണ്ട പ്ലീസ്. നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് പറയുന്നത്. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും വീട്ടിൽ തന്നെ ഇരിക്കുക. കാരണം നമ്മൾ മദ്യപിച്ച് മദ്യപിച്ച് വണ്ടിയുമായി റോഡിലേക്ക് ഇറങ്ങുന്നുണ്ട്. നോം യെസ്, ഹെലനോസ് പാട്ടയ്ക്കെതിരെ കേസ്. ധന്യ എന്ന് പറഞ്ഞ ഹെലനോസ് പാട്ട സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, റിയാക്ഷൻ വീഡിയോ മാത്രമല്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. കുറേ കാലങ്ങളായിട്ട് ആൾക്കാരെയൊക്കെ മര്യാദ പഠിപ്പിക്കുന്ന ഒരു വ്യക്തി. മദ്യപിക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷേ മദ്യപിച്ചാൽ സ്റ്റേ അറ്റ് ഹോം, വീട്ടിലിരിക്കുക. വണ്ടിയുമെടുത്ത് റോട്ടിൽ കുന്തളിപ്പ് കാണിക്കാൻ ഇറങ്ങരുത്, അത് തെറ്റാണ്. ന്യൂസ് വന്നതാണ് കുറച്ച് മുന്നേ. ഒരുവിധം എല്ലാ ന്യൂസ് ചാനൽസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ സിന്ധു, അഹാന, തൻവി, മക്കളെ വീട്ടിൽ പോയിക്കോളൂ, നിങ്ങൾക്ക് കുറച്ച് റെസ്റ്റ് കാലാണ്. രേണുസുധി അങ്ങോട്ട് പോയിക്കോളൂ, നിങ്ങളെല്ലാവരും റെസ്റ്റ് എടുക്കൂ. ബിക്കോസ് സോഷ്യൽ മീഡിയ മുഴുവനും മെയിൻ സ്ട്രീം മീഡിയ എല്ലാം കിടക്കുന്നത് ഇതാണ്. പിന്നെ ഇൻഫ്ലുവൻസർമാർ പറഞ്ഞിട്ടുള്ള ഈ യൂട്യൂബർമാരുടെ പേരിലൊക്കെ കേസ് വരുന്ന സമയത്ത് ഒരു പടി മുന്നിലായിരിക്കും ആര്? നമ്മുടെ മാധ്യമങ്ങൾ. ഓക്കെ, അപ്പോൾ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് കാണുന്ന ഒരു പേജ് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് ന്യൂസിലേക്ക് കിടക്കാം. ഈ യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരെ കൊണ്ട് പോലീസിന് അങ്ങ് തലവേദനയാണല്ലോ. മറ്റൊരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ഇപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിടിയിലായിട്ടുണ്ട് ഒരു വനിത. ഇതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കഴിച്ചാൽ 2 ദിവസം മുന്നേ കേട്ടൊരു ന്യൂസാണ് ഖാദർ കരിപ്പൊടിയുടെ കേസ്. ഞാൻ അന്വേഷിച്ച സമയത്ത് മനസ്സിലാവുന്നത്, നമുക്കറിയില്ല, അടിപിടി കേസാണ്. അടിച്ചു എന്നുള്ള ശബ്ദരേഖ വന്നിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടാണ് ഗൾഫിൽ നടന്നിട്ടുള്ളത്. നാട്ടിൽ വന്നിട്ട് അത് സെറ്റിലാക്കാൻ വേണ്ടി സംസാരിച്ച സമയത്ത് കയ്യാങ്കളി, അടിപിടിയും കാര്യങ്ങളും ഉണ്ടായതാണ്. CCTV ദൃശ്യവും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ കൊണ്ടുപോയിട്ട് വധശ്രമം എന്നല്ല, അല്ല അടിപിടി ഉണ്ടായത് തന്നെയാണ്. അങ്ങനെ ഒരു ന്യൂസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് ന്യൂസുകാരുടെ കയ്യിൽ അടുത്ത ഒരു ഇൻഫ്ലുവൻസറുടെ കാര്യം കൂടി കിട്ടുന്ന സമയത്തേ അത് അവർ കൊണ്ടാടും. എവിടെ പോയി ഇൻഫ്ലുവൻസർ എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. എന്താണ് അതിന്റെ വിവരം? അതുതന്നെയാണ് മദ്യപിച്ച് വാഹനമോടിച്ച ഇൻഫ്ലുവൻസർ SR ധന്യ, ഹെലനോസ് പാട്ട എന്നാണ് SR ധന്യ അറിയപ്പെടുന്നത്. വലിയ പ്രമുഖയായ ഇൻഫ്ലുവൻസറാണ്. അണങ്കൂരിൽ കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ FIR പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നാഷണൽ ഹൈവേ 66 റോഡിന് നടുവിൽ ഈ വാഹനം നിർത്തിയിട്ടുന്നു. ഇത് കണ്ട് പോലീസുകാർ വന്ന് നോക്കുമ്പോൾ വാഹനം അമിത വേഗത്തിൽ ഓടിച്ചു പോകുന്നു. പിന്നീട് പോലീസ് ഇവരെ പിന്തുടർന്ന് ബന്ദിയോടുള്ള ഭഗവതി നഗറിൽ വെച്ച് പോലീസ് പിടികൂടുന്നു. പോലീസ് പിടികൂടി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഇൻഫ്ലുവൻസർ ഈ ധന്യ ഈ വാഹനം ഓടിച്ചത് മദ്യപിച്ചുകൊണ്ടാണെന്നുള്ള പരിശോധനയിൽ 86 കാണിച്ചുവെന്ന് ഈ ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് നമുക്കറിയാൻ കഴിയുന്നത് ഈ വാഹനം അടക്കം വിട്ടു നൽകിയിട്ടുണ്ട്. ഫൈൻ ഈടാക്കിയതിനു ശേഷം വിട്ടു നൽകിയിരിക്കുകയാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ അവർ തയ്യാറായിട്ടില്ല. ഇൻസ്പെക്ടറുമായി നമ്മൾ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായിരുന്നില്ല. അവസാന നിമിഷം ഞാൻ ഈ ലൈവിന് തൊട്ട് മുമ്പ് വിളിച്ചപ്പോഴും അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് എടുക്കാത്തതെന്ന് അറിയില്ല, മറ്റെന്തെങ്കിലും തിരക്കുകളുണ്ടായിരിക്കും എന്നറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നില്ല. പക്ഷേ FIR വിവരങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇത് തന്നെയാണ്, വാഹനം റോഡിന് നടുവിൽ നിർത്തിയിട്ടുള്ളത്. അത് ഗുരുതരമായ ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ 66 അതും പുലർച്ചെ സമയത്ത് ഈ 2 മണിയോട് കൂടിയാണ് ഈ വാഹനം പിടികൂടുന്നത്. അതിന് മുമ്പ് ആണ് ഇത്തരത്തിൽ ഈ ഏകദേശം 12 മണിക്ക് മുമ്പായിരിക്കണം ഇത്തരത്തിൽ വാഹനം ഈ നാഷണൽ ഹൈവേ 66 നിർത്തിയിടുന്നത്. മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് വാഹനമടക്കം വിട്ടു നൽകിയിട്ടുണ്ട്, ഫൈൻ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. രജനി, എന്തൊരവസ്ഥയാണല്ലേ. ഹെലനോസ് പാട്ട വീഡിയോസൊക്കെ നിങ്ങൾ കാണണ്ടായിരിക്കും. ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാലും ഇപ്പം നമ്മളൊക്കെ അവസ്ഥ തന്നെ. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ വളരെ ബേസിക്കായിട്ട് പറയുന്ന സാധനമില്ലേ, പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച്, അതൊന്നും വേണ്ട. നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ അന്വേഷിച്ച സമയത്ത് ഇവർ മദ്യപിക്കുമെന്നുള്ളത് എനിക്ക് വിവരം കിട്ടി, മനസ്സിലായി. നമ്മൾ അന്വേഷിച്ചപ്പോൾ അവർ മദ്യപിക്കുന്ന വ്യക്തിയാണ്. പോലീസ് വേണമെങ്കിൽ പറയാം സർക്കാർ തരുന്നതാണ് മദ്യം ലീഗലാണ്, കുടിക്കാം ഒക്കെ. ബട്ട്
കുടിച്ചു കഴിഞ്ഞാൽ നിരപരാധികളായിട്ടുള്ള ആൾക്കാരുള്ള സമയത്തല്ല റോട്ടിലേക്ക് ഇറങ്ങുക. ആ സമയത്ത് വണ്ടിയും കൊണ്ട് റോട്ടിൽ കൂടി ഇറങ്ങല്ല ചെയ്യുക. ഇവർക്കൊക്കെ എന്താ വെച്ചാൽ എല്ലാവരെയും റോട്ടിൽ കണ്ട ആൾക്കാരോടും നാട്ടിൽ കണ്ടവരോടൊക്കെ കംപ്ലീറ്റ് പുച്ഛാണ്, എല്ലാവരോടും പട്ടിപ്പുച്ഛാണ്, എല്ലാവരും ഒന്നും പറയാണ്ടാവത്തേന്. ഇന്ന് സത്യം പറഞ്ഞാൽ അത് ആഘോഷിക്കാൻ പോകുന്നത് പല ആൾക്കാർക്കും ഇത് ആഘോഷമായിരിക്കും. ഞാൻ എൻ്റെ നോർമൽ റിയാക്ഷൻ സ്റ്റൈലിലാണ് പറയുന്നത്. നമുക്കിപ്പോൾ അവരായിട്ട് യാതൊരു ഇതുമില്ല, നമ്മളവരങ്ങനെ വി ഹാവ് നെവർ ക്രോസ്ഡ് ആർ പാത്സ്. പക്ഷേ ഇത് ശരിയല്ല. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ഈ ഒരു പരിപാടിയിൽ നടക്കുന്ന ആൾക്കാരാണ്, ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ സംസാരിക്കുന്നതാണ്. അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തി, അവിടെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ സംഭവം വരുന്നത്. നമ്മൾ ഇങ്ങനത്തെ പരിപാടിക്ക് മറ്റുള്ള കണ്ടിട്ടുള്ള ചെറിയ കാര്യങ്ങൾ ഒരു കടുക് മണിക്കോ ആരുടെങ്കിലും പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കെതിരെ സംസാരിക്കുന്ന വ്യക്തികളാണ്. അങ്ങനത്തെ ആൾക്കാർ പേഴ്സണൽ ലൈഫിൽ ഇത്രയും വൃത്തികെട്ട ആൾക്കാരാണ്. ഇത്രയും വൃത്തികെട്ട ഇൻ സെൻസ് കള്ള് കുടിച്ച് വണ്ടി ഓടിക്കുക, അത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. ഇല്ലീഗലായിട്ടുള്ള പരിപാടികൾ ഷുഡ് നോട്ട് ഹാവ് ഹാപ്പൻഡ്. അത് എന്ത് വന്നാലും അതിന് യാതൊരുവിധ സംശയവുമില്ല. ഹെല്ലോസ് പാർട്ടിയുടെ പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം, അവർ ഏതൊരു വിഷയം വരുന്ന സമയത്തും ഇതുപോലത്തെ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. നാട് നന്നാക്കണ കാര്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ചെയ്യാം, ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രം. ഇവർ ഈ പ്രത്യേകിച്ച് റിക്ഷക്കാരുടെ കൂടെ പോകുന്ന സമയത്ത് ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ പെട്ട് ഇവർ ലെഫ്റ്റ് ലോഡ് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ് ലോഡാണ് പോകുന്നത്, റൈറ്റ് ലോഡ് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റ് ലോഡാണ് പോകുന്നത്. ഈ അങ്ങനത്തെ ഒരു അവസ്ഥ ഇനി ഇത് വെച്ച് ഉറപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ട്രാഫിക് നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. കാസർഗോഡുകാരോട് പ്രത്യേകിച്ചിട്ട് ഇവിടെ പ്രത്യേക നിയമങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഇനിയെങ്കിലും മീറ്റർ ഇടാണ്ട് ഓടിക്കുന്ന റിക്ഷയാണെന്നുണ്ടെങ്കിൽ, മീറ്റർ ഇടാണ്ട് റിക്ഷ ഓടിക്കുന്നതിൻ്റെ അല്ല വിഷയം, ഈസ് നോട്ട് അബൌട്ട് മീറ്റർ ഓർ സംതിങ്. ഇവിടെ ഇത് ഞാൻ മീറ്റർ എടുക്കാൻ കാരണം വെച്ചാൽ ഇവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ റെഫറൻസ് ആക്കി എടുത്തു എന്ന് മാത്രം. കള്ള് കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഹനാൻ ഷാൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ വളരെ ക്വിക്കായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ മാത്രമല്ല. ഹനാൻ ഷാനെ ഇതിൽ പെടുത്തി മീഡിയേറ്ററാക്കി പൈസ വാങ്ങി തന്നിട്ടുള്ള എൻ്റെ കാസറ്റ് ഹക്കീം, ഇവൻ മറ്റേ ലഹരി ഉപയോഗിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. കിക്കിലൂടെ അറിയാതെ അവൻ്റെ കിക്ക് ലൈവ് സ്റ്റാർട്ടായിപ്പോയി, മൂപ്പരൊരാൾ മുകളിലിരുന്ന് കാണുന്നുണ്ട്. പക്ഷേ അതിലപ്പോഴും ഹനാൻ ഷാ മീഡിയേറ്ററായിട്ട് നിന്നു എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. തൽക്കാലം ഫോർ നൗ ഈ ഒരു വിഷയം എടുത്തു പറയാനുള്ള കാരണം, നമ്മൾ ഈ ഒരു രീതിയിൽ ബ്യൂട്ടിഫുൾ പീപ്പിൾ സേഫായിട്ട് സെറ്റ് ഈ ഒരു രീതിയിൽ ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മൾ ആരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടായിരിക്കില്ല. പല ആൾക്കാർക്കും പല തെറ്റും കാര്യങ്ങളൊക്കെ പറ്റും. പക്ഷേ അതൊരു കാരണവശാലും ഇപ്പോൾ ചെറിയ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് എല്ലാവരെയും റോസ്റ്റ് ചെയ്യും. ഞാൻ ആ ജാസി എന്ന് പറഞ്ഞ ചങ്ങായിനൊക്കെ ശരിയാണ്, എനിക്ക് അവനെ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അവൻ കാണിക്കുന്ന കാര്യങ്ങൾക്കൊന്നും നമ്മൾ എൻഡോഴ്സ് ചെയ്തോ കാണിച്ചിട്ടോ അല്ല. പക്ഷെ എന്നാലും ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിട്ടുകളയാവുന്ന സംഭവങ്ങൾ, ഞാൻ ജാസിൻ്റെ അങ്ങനത്തെ ചില ആൾക്കാരുടെ വീഡിയോസും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ന്യായീകരിക്കല്ല. പക്ഷേ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിട്ടുകളയാവുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ എത്രയും എക്സ്ട്രീം ലെവലിൽ റോസ്റ്റ് ചെയ്യുക. എക്സ്ട്രീം ലെവലിൽ മറ്റുള്ളവന് അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ, ഒരുപാട് ആൾക്കാരെടുക്കുക. അപ്പോൾ നമ്മളൊക്കെ സംസാരിച്ചിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഞാനൊക്കെ സംസാരിക്കുന്ന രീതി പോലെയുള്ള എക്സ്ട്രീം ലെവലിൽ പുച്ഛിച്ച് തെറി പറഞ്ഞ് അവർ അത്രയധികം ഇതാക്കിക്കൊണ്ട് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ പരിപാടി വീഡിയോ മാത്രമല്ല, നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ സുവിശേഷം പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ കുറച്ചൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവനവൻ്റെ ലൈഫിൽ ചില മര്യാദകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ചില മര്യാദകൾ നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ എല്ലാവരെയും കണ്ടവരെ മുഴുവൻ പുച്ഛാണ്, പഴയ ആൾക്കാരാണെന്നുള്ള കണ്ടീഷനിലുള്ള നെകളിപ്പ്. നെവർ തെറ്റ്, റാങ്, ദിസ് ഇസ് റാങ്, അത് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായത്തിലുള്ള കമൻറ്റ് ചെയ്യും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.